നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളും ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ ഈ ആഴ്ചയിൽ 2025 ജനുവരി 1 മുതലാണ് നാം ഫലം പ്രവചിക്കുന്നത്. സ്വാഭാവികമായും മലയാള മാസം മേടമാസത്തിന് ആസ്പദമാക്കിയാണ് നാം ഫലം പറയാറുള്ളത്. വിഷുവുമായി ബന്ധപ്പെട്ടാണ് നാം ഫലം പറയുക. പിന്നെ ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുത്തൻ കാർഷിക വർഷാരംഭവുമായി ബന്ധപ്പെട്ട് ചിങ്ങം മുതലും ഫലപ്രവചനം നടത്താറുണ്ട്. ഇവിടെ നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചിന്തിക്കുന്ന വിഷയം ജനുവരി 1 മുതൽ 7-ാം തീയതി വരെയുള്ള 7 ദിവസങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1200 ധനുമാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷത്തെ പുതുവത്സരം തന്നെ നല്ലൊരു ദിനത്തിൻ്റെ ആരംഭമാണ്. ബുധനാഴ്ചയാകുന്ന പുതുവത്സരം, അന്ന് ഉത്രാടം നക്ഷത്രമാണ്. അതിനാൽ പുതുവത്സരത്തിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ, നിങ്ങൾ ആത്മപ്രഭാവം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. തുലാം രാശിക്കാർക്ക് ഇന്ന് 2-ാം ഭാവത്തിൽ ബുധൻ, 3-ാം ഭാവത്തിൽ സൂര്യൻ, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 5-ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 6-ാം ഭാവത്തിൽ രാഹു, അഷ്ടമ വ്യാഴം, 9-ാം ഭാവത്തിൽ ഗ്രഹങ്ങളിലെ 10-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വ, 12-ാം ഭാവത്തിൽ കേതു. ഇവിടെ തുലാം രാശിക്കാർക്ക് രാശിധിപനായ ശുക്രൻ പ്രായണ ബലവാനായി 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. 5-ൽ ശുക്രൻ വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ആ ശുക്രൻ ശനിയോടുകൂടി യോഗം ചെയ്യുന്നു. അതൊരു നല്ല യോഗമാണ്. ലഗ്നാധിപനായ ശുക്രനും സന്താനപതിയായ ശനിയും താനും മക്കളും തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഈ രാശി. ലഗ്നപുത്രേശ്വരോഗേടോ പരസ്പരം നിരീക്ഷിതോ പരസ്പര ഗൃഹാംശസ്ഥോ ശുശ്രൂഷാം കാര്യയത് സുധാം. താൻ പറയുന്നത് തൻ്റെ മക്കൾ അനുസരിക്കും. അതിനാൽ സന്താനങ്ങൾ തന്നെ അനുസരിക്കുന്ന ഒരു നല്ല വാരമാകുന്നു ഇത്. അതൊരു വലിയ ഭാഗ്യമാണ്. പ്രീണാദിയ സുചരിതൈ പിതരം സപുത്ര എന്നാണ് പ്രമാണം. നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് തൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കുക. അങ്ങനെയുള്ള പുത്രന്മാർ പലപ്പോഴും ഒരു വലിയ വരം തന്നെയാണ് മാതാപിതാക്കൾക്ക്. വരമേകോ ഗുണീപുത്ര നജ മൂർഖശതാന്യപി. മൂർഖന്മാരായ വിഡ്ഢികളായ കാര്യപ്രാപ്തിയില്ലാത്ത തല്ലിപ്പൊലികളായ മക്കൾ 100 മക്കളെക്കാട്ടും നല്ലതാണ് ഒറ്റ സന്താനമെന്നാണ് ആചാര്യർ പറയുന്നത്. അതിനാൽ സന്താന ശ്രേയസ് അനുഭവിക്കാം. അതേ രീതിയിൽ സന്താന വിഷയത്തിന് വളരെ അനുകൂലമായ സമയം. സന്താന വിഷയങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക്, വിവാഹിതർക്ക് സന്താനം വളരെ പെട്ടെന്ന് ഗർഭധാരണത്തിനുള്ള അനുകൂലമായ സമയമാണ്. അതിന് പരിശ്രമിച്ചാൽ ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകാൻ അനുകൂലമായി ഈ വാരം നിങ്ങളെ സഹായിക്കുന്നതാണ്. 4 നിൽക്കുന്ന ചന്ദ്രനും വളരെ നല്ലതാണ്. കർമ്മവുമായി ബന്ധപ്പെട്ട് സഞ്ചാരമുണ്ടാവുക, കർമ്മമേഖലയിൽ പുത്തൻ ജോലിക്ക് ശ്രമിക്കുക, ആ ജോലിയിലൂടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. അതിനെ ബലപ്പെടുത്തും ജനുവരി 4 മുതൽ ബുധൻ 3-ാം ഭാവത്തിൽ വരുമ്പോൾ വലിയ സൗഹൃദങ്ങൾ, ആ സൗഹൃദത്തിലൂടെ തൻ്റെ വ്യാപാരം പുഷ്ടിപ്പെടുത്തുക, ഇങ്ങനെയുള്ള ധാരാളം നന്മകൾ ഇവിടെ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രദാനം ചെയ്യും. ജനുവരി 4 മുതൽ ധനപരമായ വിഷയത്തിലേക്കും വളരെ അനുകൂലമായ നല്ല സമയമാകുന്നു. ഈ സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും അങ്ങനെയാണ്. ലാഭാധിപനായ സൂര്യൻ 3-ൽ നിൽക്കുമ്പോൾ മതിവിക്രമവാൻ, തനിക്ക് ബുദ്ധിയും വിക്രമവും പ്രദാനം ചെയ്യുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ ഒരു പുത്തൻ ഉണർവ്, നല്ല സൗഹൃദങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ നല്ലതാകുന്നു. തുലാം രാശിക്കാർ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ്. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരാണ്. പലപ്പോഴും ഉപകാരം തനിക്ക് പാരയായി വരും. ബന്ധുക്കളും സുഹൃത്തുക്കളും തൻ്റെ ഉപകാരങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അവർ തന്നെ നശിപ്പിക്കുവാനും കുറ്റം പറയുവാനും ദുഷിക്കുവാനും ആരംഭിക്കും. അതിനാൽ തുലാം രാശിക്കാർ എപ്പോഴും സഹായിക്കുമ്പോൾ ആ സഹായ മനസ്ഥിതി തൻ്റെ പരിധിയിൽ കഴിഞ്ഞ് പാടില്ല. പരിധിയിൽ കഴിഞ്ഞ് സഹായിച്ചാൽ അത് അപകടമാവും. അത് സ്നേഹമായാലും ഒക്കെ തന്നെ പരിചയമായാലും താൻ അങ്ങേയറ്റം ഉപകാരം ചെയ്യുമ്പോൾ തനിക്ക് ഉപദ്രവം വരും.
സർവത്ര വർജ്യേത് എന്ന് പ്രമാണം നിങ്ങൾ കേട്ടിരിക്കും. അത് എപ്പോഴും ഉപേക്ഷിക്കണം. അതിദാനാത് ഹതകർണ, കർണൻ കൊല്ലപ്പെട്ടത് ദാനശീലം കൂടിയതുകൊണ്ടാണ്. ലോഭാത് സുയോധന, ദുര്യോധനൻ കൊല്ലപ്പെടുന്നത് അത്യാഗ്രഹം കൊണ്ടാണ്. കാമാത് ദശഗ്രീവ, കാമം കൂടി കാമഭ്രാന്തായി രാവണന്, അതാണ് രാവണനെ നശിപ്പിച്ചത്. അതിനാൽ സർവത്ര വർജ്യേത്, എപ്പോഴും വർജിക്കണം. തൽക്കാലം വേണ്ട. അത് തുലാം രാശിക്കാർ എപ്പോഴും ഒരു സന്ദേശമായി മുന്നിൽ കൊണ്ടു നടക്കേണ്ടവരാകുന്നു. ഏതായാലും ഈ ഒരു വാരം തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ പശ്ചാത്തലം ഒരുക്കും. അതിനുവേണ്ടി ശ്രമിക്കണം. ഉദ്യമേനഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേഹി. ആഗ്രഹം, സ്വപ്നം കണ്ടതുകൊണ്ട് കാര്യമില്ല. നാം ഉത്സാഹിക്കണം. ഉത്സാഹി ലഭതേ കാര്യമെന്നാണ് പ്രമാണം. അതിനാൽ തുലാം രാശിക്കാർക്ക് പലപ്പോഴും സന്താന വിഷയമായാലും തൻ്റെ ഉള്ള സന്താനത്തിൻ്റെ പഠന സംബന്ധമായ ശ്രേയസ്സായാലും ധനപരമായ വിഷയത്തിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനും പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ചർച്ച ചെയ്യുവാനും ഈ ഒരു വാരം വളരെ അനുകൂലമാണ്. അതിനുത്സാഹിക്കുക. എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് രാശിയിൽ ബുധൻ, 2ാം ഭാവത്തിൽ സൂര്യൻ, 3ാം ഭാവത്തിൽ ചന്ദ്രൻ, 4ൽ ശുക്രൻ, ശനി, 5ാം ഭാവത്തിൽ രാഹു, 7ാം ഭാവത്തിൽ വ്യാഴം, 9ാം ഭാവത്തിൽ ചൊവ്വ, 11ാം ഭാവത്തിൽ കേതു. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് രാശിയധിപനായ ചൊവ്വ നീചസ്ഥനാണ്. അത് ഗുണമല്ല. രാശിക്കാണ് പലപ്പോഴും ബലം വേണ്ടത്. സ്വതവേ വൃശ്ചികം രാശിക്കാർ രാജകുലം പൂജിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. പലപ്പോഴും തൻ്റെ അനാവശ്യമായ ഈഗോകൾ തൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകും വൃശ്ചികം രാശിക്കാർക്ക്. കാരണം 9ലെ ചൊവ്വ ധർമ്മേഘവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തനിക്ക് പാപരതി, പാപവാസനകൾ ഉണ്ടാവുക, അനാവശ്യമായ പിടിവാശികൾ. അതിനാൽ പലപ്പോഴും തൻ്റെ അവസരങ്ങൾ തന്നെ കടും പിടുത്തത്തിലൂടെ നഷ്ടപ്പെടും വൃശ്ചികം രാശിക്കാർക്ക്. ആ ഒരു വിഷയം വളരെ ശ്രദ്ധിക്കണം. അതിലൂടെ തൻ്റെ അനാവശ്യമായി ഈഗോയിലൂടെ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നഷ്ടം പലപ്പോഴും തനിക്ക് പ്രവചനാതീതമായിരിക്കാം. അതേ രീതിയിൽ സാമ്പത്തിക വിഷയത്തിലും 2ലെ സൂര്യനാണ്. തനിക്ക് അനുകൂലമായി ധാരാളം ധനം വരാം. ആ ധനത്തെ സംരക്ഷിക്കുക എന്നൊരു ധർമ്മം വൃശ്ചികം രാശിക്കാർ പ്രത്യേകിച്ച് ചെയ്യുന്നു. അലിസസ്യ കലിഹി സദൈവ, വൃശ്ചികം എപ്പോഴും കലിയുണ്ടാക്കും. ശൂരനാണ്, അങ്ങേറ്റം ചിന്തിക്കുന്ന വ്യക്തിയാണ്. തൻ്റെ വിദ്യയിലും ശാസ്ത്രത്തിലും താൻ അതിസമർത്ഥനാണ്. എങ്കിലും വൃശ്ചികം രാശി ആരൂഢമായിട്ട് വരുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനാണ് പ്രയാസം. ഇന്ന് ലഗ്നത്തിൽ ബുധൻ വളരെ നല്ലതാണ്. എല്ലാ അരിഷ്ടതകളെയും ബുധൻ മാറ്റും. കൺസൾട്ടൻസിന് വളരെ നല്ല സമയമാകും. അതേ കൺസൾട്ടൻറ്റിന് തന്നെ ജനുവരി 4 മുതൽ ബുധൻ 2ൽ വരുമ്പോൾ ആ കൺസൾട്ടൻസിയെ ധനമായി മാറ്റാം. അതിനാൽ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുക. കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന വ്യാപാരികൾ, ഭൂമി കച്ചവടത്തിന് വളരെ അനുകൂലമായ വാരമാണ്. 4ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് ശനിയോടുകൂടി. ശനി ഭൂമി പതിയാണ്. അവിടെ ശുക്രൻ കൂടെ വരുമ്പോൾ പലപ്പോഴും ഭൂമിപരമായ വിഷയത്തിൽ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. 4ൽ നിൽക്കുന്ന ശുക്രൻ 4ാം ഭാവത്തിൽ ദിഗ്ബലവാനാണ്. തന്നെ പൂർവികമായ സ്വത്തിനെ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഗൃഹം അല്ലെങ്കിൽ മാതൃസംബന്ധമായ ഭൂമി, അമ്മ സംബന്ധിച്ച ഭൂമി വാങ്ങുക, അത് തനിക്ക് വീടുണ്ടാക്കാൻ ലഭിക്കുക, അല്ലെങ്കിൽ അമ്മാന്മാരുടെ സ്വത്ത് താൻ കാശ് കൊടുത്ത് വാങ്ങുക, അതിലൂടെ ലഭിക്കുന്ന തൻ്റെ ഗൃഹത്തിലുണ്ടാകുന്ന പല ഐശ്വര്യാദി ഗുണങ്ങളും അഭിപ്രായങ്ങളും സൽകീർത്തിയും നിലനിർത്താൻ വളരെ നല്ലതാണ്. ഇവിടെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും വിക്രമത്തിലൂടെ ധനം കിട്ടും. അതിനാൽ പലപ്പോഴും ധനപരമായ വിഷയത്തിൽ ധാരാളം നല്ല അനുഭവങ്ങൾ വരാം. ഭാഗ്യാധിപനായ ഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് നോക്കുന്നു. ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്ക്, മാല, പായസം ഇതൊക്കെ സമർപ്പിക്കുക. അന്നദാനം ചെയ്യുക. ഇപ്പോൾ മലബാറിൽ ഉത്സവങ്ങളുടെ സമയമാണ്. അന്നദാനത്തിന് ധനം കൊടുക്കുക. ഇത് വളരെ നല്ലതാണ്. വൃശ്ചിക രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ചന്ദ്രനാണ്. അതിനാൽ തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ ധർമ്മദൈവ സങ്കേതങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യാം. ഇപ്പോൾ 14ാം തീയതി പുത്തൻ മാസം വരികയാണ്, മകരമാസം. അന്ന് ഉത്തരായനമാണ്. ധർമ്മദൈവ സങ്കേതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ധർമ്മദൈവങ്ങളിൽ നിന്നും വാങ്ങിയാൽ ആ ഉത്തരായന കാലം 6 മാസത്തേക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഒരു സമീപനം നമുക്ക് അങ്ങോട്ട് കൊടുത്താൽ ധർമ്മദൈവത്തിൽ നിന്ന് നമുക്കും ലഭിക്കുന്നതാണ്. ദേവനെ അങ്ങോട്ട് സ്വീകരിച്ചാൽ ദേവൻ നിങ്ങൾക്ക് ഇങ്ങോട്ടും നന്മകൾ ചെയ്യുമെന്നാണ്
ഭഗവത്ഗീത നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യത. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ദേവതകളെ സന്തോഷിപ്പിക്കുക, ദേവതകൾ നിങ്ങൾക്ക് തിരിച്ച് എല്ലാം തരും. ഈ വാരം വളരെ അനുകൂലമാണ് വൃശ്ചികൻ രാശിക്കാർ. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹം മുട്ടിച്ച് ചെയ്യണം, കർമ്മം മുട്ടിച്ച് ചെയ്യണം. ഇത് രണ്ടും തനിക്ക് പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്ക് അതിശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര കൂട്ടമാകുന്നു ധനുരാശി. ധനുരാശിക്കാർക്ക് രാശിയിൽ സൂര്യൻ, 2ാം ഭാവത്തിൽ ചന്ദ്രൻ, 3ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 4ാം ഭാവത്തിൽ രാഹു, 6ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, 10ാം ഭാവത്തിൽ കേതു, 11ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല, 12ൽ ബുധൻ. ഇവിടെ ധനുരാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, വിവാഹ വിഷയത്തിലൊക്കെ ധാരാളം പ്രയാസങ്ങൾ വരാം. കുടുംബേ രതി ജായതേ തസ്യ തുച്ഛ. തൻ്റെ കുടുംബത്തിനോട് തനിക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ വരിക, ആ ഭാഗത്തേക്ക് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ വളരെയധികം ക്ലേശങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ 7ാം ഭാവം ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. പതിതസ്തുരിഭേ, നല്ല ഫലമല്ല. അത് കർമാധിപൻ കൂടിയാകുന്നു. അതിനാൽ കർമ്മമേഖലയിൽ ക്ലേശങ്ങളുണ്ടാകുന്നു, ദാമ്പത്യ ക്ലേശങ്ങളുണ്ടാകുന്നു, സ്ത്രീജനങ്ങളുടെ രതി കുറയുന്നു, ഭാര്യയോടുള്ള താല്പര്യക്കുറവ് വരിക, അന്യസ്ത്രീകളുമായി അടുക്കുക. ഇവിടെ ശുക്രൻ വിവാഹകാരകൻ, സെക്സിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശനിയോടുകൂടെ യോഗം ചെയ്തിരിക്കുന്നു. പലപ്പോഴും നീചഗാമിനി സംഘ, നീച സ്ത്രീകളുമായുള്ള സംഗമം ഉണ്ടാകും. പലപ്പോഴും തൻ്റെ ഉന്നതമായ ദാമ്പത്യത്തിനെ മറന്ന് പലപ്പോഴും പല പരിസ്ഥിതികളിലും തനിക്ക് ഒരിക്കലും പറ്റാത്ത ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകാം. വളരെയധികം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്കും അനുകൂലമായ സമയമല്ല. സന്താനപതിയായ ഗ്രഹം ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ സ്വൽപാത്മജോ നിധനകെ വികലേക്ഷണ, സന്താനങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാവുക. പലപ്പോഴും സന്താനങ്ങളും താനും തമ്മിൽ പലപ്പോഴും കലഹങ്ങളുണ്ടാകാം. അനാവശ്യമായി ഈഗോ, ധനുരാശിക്കാരുടെ സ്വഭാവം തന്നെ ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി ദ്വേഷിക്കുന്നു, ശത്രുത പുലർത്തുന്നു. ന ബലാൽ സമേതി ജീവശം സാമ ഏകസാധ്യ അശ്വജ. സ്നേഹത്തോടുകൂടി മാത്രമേ ധനുരാശിക്കാരെ വശത്താക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ നിർബന്ധ ബുദ്ധിയ ധനുരാശിക്കാരോട് നിങ്ങൾ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പ്രകോപിതരാക്കാനോ ശ്രമിക്കേണ്ട. അത് നല്ലതല്ല. കർമ്മമേഖലയിൽ തടസ്സങ്ങൾ ധാരാളമുണ്ട്. നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താറ്റാന വഴിപാടായി ചെയ്യുക. മക്കളുടെ പേരിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കറുകഹോമവും, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. ധാരാളം ശത്രുക്കൾ തനിക്കുണ്ടാകും. അതിനാൽ ശത്രുമുട്ടി ചെയ്യുന്നതും ഈ വാരം വളരെ നല്ലതാണ്. പ്രിയപ്പെട്ട ധനുരാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.